പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. കൃതജ്ഞതയോടുകൂടി ഒരു ആൾക്കാരേക്ക് ചുറ്റും നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോഴും ഈ ഒരു തിരഞ്ഞെടുപ്പ് സ്വീകരിച്ച് അവൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോഴും തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ കാണിക്കുന്ന ആ കരുണയ്ക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രത്യുത്തരം നൽകുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം എത്രയോ പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയും ആ ഒരു സ്വീകരണത്തിന് വേണ്ടിയും എത്രയോ മനുഷ്യർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 103 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. സങ്കീർത്തനം ഇങ്ങനെ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും എന്നെ ജീവശ്വാസം പോലെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആ ഒരു ദൈവം കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ എപ്പോഴും തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു തമ്പുരാൻ അത്രമേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്, അത്രമേൽ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വാഗ്ദാനം ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ടവനാണ്, ഈ ഒരു വാഗ്ദാനം ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ടവളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഞാനും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടോ? സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളിൽ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുകയും തൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്യുന്ന ആ ഒരു ശിഷ്യരോട്, അല്ലെങ്കിൽ തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു അനുയായികൾക്ക് ഓരോരുത്തർക്കും തൻ്റെ ജീവിതത്തിലേക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് അത് സുവിശേഷ ഭാഗ്യങ്ങളായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ സമാധാന പ്രസംഗമായിട്ടൊക്കെ മാറുമ്പോൾ അതിലൊന്ന് ഇങ്ങനെയാണ്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. വേറെ ഏത് സുവിശേഷ ഭാഗ്യം പരിശോധിച്ചാലും അവർക്ക് കൊടുക്കുന്നതും കിട്ടുന്നതും ഒന്നു തന്നെയായിട്ട് മാറുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷം ഈശോയുടെ കൂടെയായിരിക്കുമ്പോൾ ഈ ഒരു വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാൻ പരിശ്രമിക്കാം. കാരണം നമ്മുടെ ആത്മീയജീവിതത്തിൽ പലപ്പോഴും കരുണയില്ലാതെ വരുന്ന പോകുന്ന നിമിഷങ്ങളിൽ എപ്പോഴും തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിലേക്ക് അനന്തമായ കരുണ വർഷിക്കുന്ന ഒരു തമ്പുരാനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്നേഹത്തോടു കൂടി എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ എത്രത്തോളം എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ജീവിത പ്രവർത്തികളിലൂടെ എനിക്ക് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഒരു സുവിശേഷ ഭാഗ്യത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം തമ്പുരാൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. സ്നേഹമുള്ളവരെ, ഭാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥവിഷയങ്ങളും കൊടുത്തിട്ടല്ല. അതിനപ്പുറത്തോട്ട് വിശുദ്ധ ഗ്രന്ഥം ഒരാൾ ഭാഗ്യമെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ ദൈവാനുഗ്രഹം നിലനിൽക്കുന്നു എന്നാണ്. ഇപ്പോഴും തിരിച്ചറിയുക, ഓരോ പ്രാവശ്യവും വചനത്തിൻ്റെ ഒരു ആവർത്തനത്തിലൂടെ നീ ഭാഗ്യവാനാണെന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അവിടുത്തെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹം എന്നും നിലനിൽക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം ഈ ഒരു ഭാഗ്യം ഏറ്റെടുക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യരെ പറ്റി തമ്പുരാൻ പറയുന്നത് പോലെ, കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കാൻ പറയുമ്പോൾ എപ്പോഴും തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുണയോടുകൂടി വർത്തിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുണയോടുകൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ?
കരുണയുടെ മിഴികളോടുകൂടെ അവരെ നോക്കാൻ പറ്റുന്നുണ്ടോ? കരുണയുടെ കരങ്ങളോടുകൂടെ അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? കരുണയുടെ പാദങ്ങളോടുകൂടി അവരോരോരുത്തരിലേക്കും എത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ ഈ ഒരു സുവിശേഷ ഭാഗ്യത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. കാരണം തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന വാഗ്ദാനത്തിനപ്പുറത്തോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനും കരുണ പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിലും ഈ കരുണ സ്വീകരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് എന്നുള്ള കാര്യം തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹം നിലനിൽക്കും. അത് ദൈവം തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരോടും കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, ആ ഒരു ദൈവത്തെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിലൂടെ ക്ഷമിക്കുക. ആ ഒരു ക്ഷണം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ തിരിച്ചറിയുക, എൻ്റെയും നിൻ്റെയും കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തോടാണ് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ ചാരയായിരിക്കുമ്പോൾ ഒരു സുവിശേഷ ഭാഗ്യവും അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. യഥാർത്ഥത്തിൽ എന്താണ് കരുണ? അത് ദൈവം തന്നെയല്ലേ? പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ സ്നേഹ സങ്കീർത്തനം വായിക്കുമ്പോൾ പൗലോസ്ലീഹ കൊറിന്തോസിലെ ഓരോ സഭയിലുള്ള ആൾക്കാരോട് ഓരോരുത്തരും പറയുന്നുണ്ട്, കച്ചവട നഗരമായ ഈ ഒരു പ്രദേശത്ത് നിങ്ങളാകുമ്പോൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ മറക്കാതെ പോകേണ്ടത്, നിങ്ങൾ അവിടുത്തെ അനുയായികളാണ് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന ബോധ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും നിങ്ങൾ പുറകോട്ട് പോകല്ലേ. അത് കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ അവരെ ഉദ്ബോധിപ്പിക്കുന്നതാണ്, സ്നേഹമില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും എത്രത്തോളം സമ്പാദിച്ചാലും സ്നേഹമില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല. സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, ദൈവമില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ അവരോട് പറയുന്നത്. ദൈവം നിങ്ങളുടെ കൂടെയില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തെയും നമുക്കും കെട്ടിപ്പടുത്താൻ പറ്റുന്നുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മളെ തന്നെ സർവവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം ആ ഒരു ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ നമ്മളെ തന്നെ സർവവും സമർപ്പിച്ചുകൊണ്ട് അവിടത്തോടു കൂടി ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനോഭാവം എന്താണ്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം കൊണ്ട് എനിക്കുള്ള മനോഭാവം എന്താണ്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം വളരെ ഭംഗിയായിട്ട് നമ്മൾ ഓരോരുത്തരോടും ആവർത്തിക്കുന്നത്, കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ, എന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഇഷ്ടമുള്ളവരെ, ഓരോ ആത്മീയ തലത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരും കരുണയായിട്ട് മാറാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മളും കരുണയായിട്ട് മാറാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കരുണയുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചകളും ഉയർച്ചകളും ബഹളങ്ങൾക്കിടയിൽ എനിക്കും കരുണയായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയുക. ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുമ്പോൾ ഈ തുവെള്ള ഓസ്തി നമുക്ക് വേണ്ടി എത്രത്തോളം ചെറുതായി ഈ രൂപത്തിലേക്ക് തമ്പുരാൻ നമുക്ക് വേണ്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടാണ്, അത്രത്തോളം കരുണ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിയുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, വരും നിമിഷങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഇരുൾത്താരയിലേക്ക് ചേർത്ത് വെച്ച് ഭൂമിയിലുള്ള സകല വ്യക്തികൾക്കും വേണ്ടിയും അവരുടെ ജീവിതങ്ങളിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയുക, കരുണയുള്ള നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. സ്നേഹമുള്ളവരൊരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഓർക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരാണ്. ഒപ്പം ആരാലും പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത എല്ലാ മനുഷ്യവിശ്വാസികളെയും ചേർത്ത് വയ്ക്കാം. അവിടുത്തെ കരുണയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേർക്കപ്പെടുവാൻ
നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു നിമിഷം ചേർത്ത് വയ്ക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും ചേർത്ത് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുനാഥന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.